take an exposition of these verses as an exegesis. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കണം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. I have a humble request to listen very carefully. കാരണം ദൈവവചനത്തെ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വി ലീവ് ഇൻ എ ജനറേഷൻ വെയർ ഇമോഷണലിസം ഹാസ് റീപ്ലേസ്ഡ് എക്സജീസിസ്. Amen. എത്ര സീരിയസ് ആണ് ആ സെന്റൻസ്, മനസ്സിലായോ? വി ലീവ് ഇൻ എ ജനറേഷൻ വെയർ ഇമോഷണലിസം ഹാസ് റീപ്ലേസ്ഡ് എക്സജീസിസ്, where noise is mistaken for power and where entertainment is after disguised as worship. Amen. എന്നെ ഇത് ഭയങ്കരമായിട്ട് തളർത്തിക്കളഞ്ഞ് ഇത് വായിച്ചപ്പോൾ. അതൊരു സത്യമല്ലേ ഞാൻ പറഞ്ഞ കാര്യം? Amen. Currently emotionalism actually replacing exegesis, and also noises are replacing almost all the concentration towards the word. Noises is mistaken for power. ദൈവശക്തി സൗണ്ട് ആണെന്നാണ് നമ്മൾ ധ്യാനിച്ചു വെച്ചേക്കുന്നത്. We are thinking that the power of God is only sound. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണെന്നാണ്. We are thinking that worship is just an entertainment. എപ്പോഴും ഓർക്കേണ്ട ഒരു സെന്റൻസ്, Hallelujah. സഭായോഗം കഴിയുമ്പോൾ Hallelujah. ഞാൻ സാറ്റിസ്ഫൈഡ് ആയോ എന്നതല്ല, ദൈവ സാറ്റിസ്ഫൈഡ് ആയോ എന്നുള്ളതാണ്. After every worship, be careful and think through whether I am satisfied. That is not the thing which you should consider, but always consider whether God is pleased with my worship. എൻ്റെ ആരാധന കർത്താവ് സാറ്റിസ്ഫൈഡ് ആയോ? Lord is satisfied with my sacrifice. ഞാൻ എത്ര സാറ്റിസ്ഫൈഡ് ആയാലും, ഇപ്പം ഫോഗി മൂടി ലൈറ്റും ഫോഗും ഒക്കെ സ്റ്റേജിലുണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. കാര്യം ഐ ലവ് ടു വർഷിപ്പ് വിത്ത് ദം എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടു. ഞാൻ അവിടെ ഒരു ദിവസം പോയി, ഞാൻ പറഞ്ഞാണെന്ന് അറിയത്തില്ല, സാറ്റർഡേ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന പാട്ടാണ് സൺഡേയിൽ ആക്ഷൻ കാണിച്ച് പാടുന്ന ആ സഭയിൽ. ഞാൻ ഈ പോഡിയത്തിൽ നിന്നോണ്ടാണ് പറയുന്നത്. സാറ്റർഡേ വൈകിട്ട് അമേരിക്കയിലെ ഒരു മലയാളി ഇംഗ്ലീഷ് ചർച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. സാറ്റർഡേ വൈകിട്ട് പാട്ടുകാർ വന്ന് സൂപ്പറായിട്ട് പാട്ട് റെക്കോർഡ് ചെയ്യും. സൺഡേ അവർ അത് ലൈവ് ചെയ്യുമ്പം സ്റ്റേജിൽ നിൽക്കുന്നവർ ജസ്റ്റ് ആക്ട് ചെയ്യാണ്. ആ പാട്ടിനകത്തുള്ള ആൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആൾക്കാരെന്നാ പറയുന്നത്, ഐ ലവ് ടു ഗോ ദെയർ ആൻഡ് വർഷിപ്പ് വിത്ത് ദം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയം തകർന്നു പോയി. എത്ര ഫേക്കാണല്ലേ. ഹലോ, ഇന്നത്തെ സെർമൺ കട്ടി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇച്ചിരി കട്ടിയാണ്. One place I went and I attended a church service, and one of the choir members is one of my friends. So actually what they were doing is recording with their true voice and with the original voice. They are recording their worship services, or all the songs they recorded on Saturday night, and they are just faking on Sunday morning, and they are just faking that song. It is already a pre-recorded session. It's just playing with all the background music and effects. And I was so broken by that. That is how almost all the churches currently are displaying worships. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? എല്ലാവരും ഒന്ന് നോക്കിയേ. ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂട്ടായ്മയിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? What is the evidence that Holy Spirit is in the midst of us? ഏറ്റവും വലിയ തെളിവ് ഹോളിനെസ് ആണ്. The best and clearest evidence is the holiness. നമ്മുടെ ഇടയിൽ ഹോളിനെസ് ഇല്ലെങ്കിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഹോളിനെസ് ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇല്ല എന്നതാണ് സത്യം. If we do not have a personal holiness, then Holy Spirit is not at all inside us or in the midst of us. ബാക്കി എല്ലാ കാര്യവും നമുക്ക് ഉണ്ടാക്കാം, മേടിയാം, അല്ലേ? Hallelujah. We can create all the other things. പക്ഷേ ട്രാൻസ്ഫോർമേഷനും ഹോളിനെസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല എന്നാണ് സത്യം. If there is no transformation and holiness, then the truth is Holy Spirit is not in the midst of us. Praise the Lord. Hallelujah. Praise you, Lord. നമ്മൾ ദുഃഖത്തോടെ ഞാൻ പറയാൻ ഒരു സെന്റൻസ് ഇതാണ്: സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് എന്ന് വിളിക്കുന്ന പല സഭയിലും ബൈബിൾ തുറക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യം? Many churches are labeled as spirit-filled churches, but they never open their scripture or Bible on a day. ഇത് നമ്മൾ പലയിടത്തും കാണുന്നല്ലേ? We are seeing in many pulpits. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ മെൻറ്റർ ചെയ്യുന്നൊരു പാസ്റ്റർ നാട്ടിൽ നിന്ന് പറഞ്ഞൊരു കാര്യം,
ഈ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി അതൊരു ഗിഫ്റ്റാണ് കേട്ടോ. അത് ഹോളി സ്പിരിറ്റ് നൽകിയേക്കുന്ന ഗിഫ്റ്റാണ്. വളരെ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്ന ചുരുക്ക ശുശ്രൂഷകന്മാരുണ്ട്. വളരെ പിശാച് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്ന ഒരു ഗിഫ്റ്റുമാണത്. ഇന്ന് ഒരു റീസെൻ്റ്ലി നമ്മുടെ ഇടയിൽ ഈ പ്രോഫറ്റ് സോ ആൻഡ് സോ എന്നറിയപ്പെടുന്നൊരു കാര്യങ്ങളുണ്ടല്ലേ. ചില ആളുകളെ അങ്ങനെ വിളിക്കാറുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഈ നമ്മുടെ പേരൻസിൻ്റെ തലമുറയ്ക്കൊന്നും അങ്ങനെ കാര്യം അറിയത്തില്ല. ഒന്നേ പാസ്റ്റർ, അല്ലെ പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റും അല്ലെ ടീച്ചർ, ഇങ്ങനെ മാത്രമേ വിളിക്കാറുള്ളൂ. ഈ പ്രോഫറ്റ് എന്നാരെയും വിളിക്കാറില്ല. ഇന്ന് പ്രോഫറ്റ് എന്നാണ് വിളിക്കുന്നത് തന്നെ, പ്രോഫറ്റ്. Last week I was hearing from one of my mentors, and currently many people are labeled as prophets. Prophecy is actually a pure and true gift of the Spirit. Currently I doubt how many of them are practicing prophecy in the true context. No, അങ്ങനെ ഓക്കെ ഓക്കെ. ഈ ഞാനത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവരെ പ്രോഫറ്റ് എന്ന് വിളിക്കരുത്, പ്രോഫിറ്റ് എന്ന് വേണം വിളിക്കാനെന്ന്. My mentor told me that we should not call them as many people are labeled them as prophets, but my mentor told me that we should not call them as prophets, but we should call them as prophets. അല്ല, അവനെ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ തന്നെയാണ് പറഞ്ഞു കേട്ടോ. അവനെ പ്രോഫറ്റ് എന്ന് വിളിക്കരുത്, പ്രോഫിറ്റ്. അവൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവൻ്റെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. Yeah, that person was labeled as a prophet, and that pastor of that person told me that do not ever call him as a prophet, but instead call him as a prophet. കേൾക്കാനൊരു രസമുണ്ടെങ്കിലും വളരെ സങ്കടമാണല്ലേ. Hallelujah, hallelujah. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്തോണം? പ്രോഫിറ്റാണ് ലക്ഷ്യം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ശുശ്രൂഷകന്മാർ ഇല്ലെന്നല്ല, അവരെല്ലാ കാലത്തും ഉണ്ട്. Amen. Be aware of such false prophets, and be aware that always there is a small group which are practicing faithfully prophecy. നമ്മൾ ബെരോവയിലെ ദൈവമക്കളെ പറ്റി വായിക്കുന്ന വാക്യം, അവർ തെസ്സലോനിക്കക്കാരെക്കാൾ ഏതർത്ഥത്തിലാണ് അവർ നോബിളായത്? The people at Berova was noble. Bereans are noble. In which way they are mentioned as noble? Bereans consider as noble than Thessalonians. Yeah. Amen. എന്ത് കാരണത്താലാ? 3 കാര്യമുണ്ട് അവിടെ. They eagerly received the word. Amen. എല്ലാവരും മറന്നു പോകരുത്. They eagerly received the word. Amen. They examined the scripture daily. They evaluated what they heard by the truth. 3 കാര്യം Acts chapter 17 verse 11 അകത്തുണ്ട്. They eagerly received, they examined in the light of the scripture, they evaluated what they heard by the truth. Why Bereans are mentioned as nobler than Thessalonians? Because there are 3 reasons. One reason is they eagerly received the word. അവിടെ നിർത്തിക്കേ. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളും eagerly receive the word. We also need to receive eagerly the word which I am about to preach today too. രണ്ടാമത്തേത്, ആ തിരുവെഴുത്ത് കൊണ്ട് എക്സാമിൻ ചെയ്യണം. ഇതൊക്കെ അങ്ങനെ തന്നെയാണോ? എക്സാമിൻ ചെയ്യണം. We all need to examine whether based off of the scripture or not. മൂന്നാമത്തേത്, ഇവാലുവേറ്റ് ചെയ്യണം. ട്രൂത്ത് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. The third thing is we always need to evaluate whether this is truth or not. എന്നാൽ മാത്രമേ നമ്മുടെ സഭയും ഉത്തമന്മാർ എന്ന ഗണത്തിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. Then only our church or we also belong to a noble group. നമ്മുടെ കൂട്ടായ്മയിൽ എന്ത് കണ്ടാലും വേദപുസ്തകം എടുത്ത് നോക്കണം, ഇതിനകത്തുണ്ടോ എന്ന്. ഇതിനകത്തുണ്ടെങ്കിൽ അത് ദൈവികമാണ്, ഇതിനകത്തില്ലെങ്കിൽ അത് ദൈവികമല്ല. Whatever we hear, we always need to evaluate whether this is from the word of God. ഉണ്ടെങ്കിൽ, and if it is in the word of God, that is the truth. Yeah, that is divine. That is divine. It is not in the Bible. Amen. That is not from God. Amen. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. ഞാനത് മുൻകൂർ പറയുന്നത് വളരെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് 2 Corinthians 11 4 വാക്യം വായിക്കാനായിട്ട് പോവുകയാണ്. 2 Corinthians chapter 11 verse 4. 2 Corinthians 11:4. 4 വാക്യങ്ങൾ. ഒന്ന് 2-ാം വാക്യം, 3-ാം വാക്യം,
7-ാം വാക്യം 28-ാമത്തെ വാക്യം. 2 Corinthians chapter 11 verse number 2, verse number 3, verse number 7 and verse number 28. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. 3-ാം വാക്യം, എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വേഴ്സ് നമ്പർ 7, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ ഞാൻ പാപം ചെയ്തുവോ. വേഴ്സ് നമ്പർ 28, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഒന്ന് വായിക്കാമോ ഇംഗ്ലീഷിൽ? 2 Corinthians chapter 11 verse 2. For I am jealous for you with a godly jealousy, for I betrothed you to one husband, so that to Christ I might present you as a pure virgin. 11:3. But I am afraid that as the serpent deceived Eve by his craftiness, your minds will be led astray from the simplicity and purity of devotion to Christ. Verse 7. Or did I commit a sin in humbling myself so that you might be... This is a basic and plain truth that only we come and attend certain services on one day or the other. But we do not have any other to establish a family. But God sent His only begotten Son to be a sacrifice in order to establish a local church. നമുക്കറിയാം, തല ക്രിസ്തുവാണ്, ശരീരം സഭയാണ് എന്ന മെറ്റഫറാണ് ബൈബിൾ ഉപയോഗിച്ചേക്കുന്നതെങ്കിൽ തലയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്നവർക്ക് ശരീരത്തിന് പ്രാധാന്യത കൊടുത്തേ പറ്റത്തുള്ളൂ. We are all aware that head of the church is Christ and the body is church. If we need to give an importance to body, then we definitely need to give an importance to the head. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: You can't love Jesus and hate his bride. If you love Jesus, you will love his church and love to worship with the church. Amen. Hallelujah. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യല പറ്റിയല്ല. കാരണം ഇത് പരസ്പരം പൂരകങ്ങളാണ്. ക്രിസ്തുവാണ് തല, ശരീരമാണ് സഭ. ഇത് ഒരുമിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സഭയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യാൻ ഒരാളെ കൊണ്ടും പറ്റില്ല എന്നതാണ് സത്യം. The truth is nobody is able to just love the Christ alone, but we need to love the church also, because these are two together is a proportional factor. Without one, the other one cannot exist. അപ്പോൾ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യമാണ് തൻ്റെ ലേഖനത്തിനകത്തുള്ളത്. Throughout his epistles, whatever Paul was suffering for the church, he explains it very well. ഒരു ശക്തമായൊരു വാക്യമുണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്താണ്. അതിൻ്റെ 24-ാമത്തെ വാക്യം, കൊലോസിയൻസ് 1:24 ഇങ്ങനെ വായിക്കുന്നേ: ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യുക. നോക്കിയേ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് കുറവുണ്ടായിരുന്നോ? We can see in the book of Colossians chapter 1 verse 24, he was saying that I am filling up what is lacking in Christ's afflictions. Is there any lack for Christ's affliction? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിച്ചേ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടായിരുന്നോ? താൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി എന്നല്ലേ വായിക്കുന്നേ. തൻ്റെ സാക്രിഫൈസ് പെർഫെക്റ്റ് ആയിരുന്നു, തൻ്റെ കഷ്ടതകൾ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെന്താണ് കൊലോസ്യ ലേഖനം 1:24 വായിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയ്ക്ക് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. What is the meaning of filling up what is lacking in Christ's afflictions? എന്താ ഇതിൻ്റെ അർത്ഥം? ക്രൈസ്റ്റ് സഫറിങ് for the redemption of the church, എന്നാൽ Paul's suffering is for the growth of the church. മനസ്സിലാകുന്നോ? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ദൈവസഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു, എന്നാൽ അപ്പോസ്തലൻ്റെ കഷ്ടം ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം.
Christ's suffering is for the redemption of the church, but Paul, as an apostle's suffering, was for the growth of the church. ഇനിയും ഇത്രയും കാര്യം ഇൻട്രൊഡക്ഷനായിട്ട് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ വായിച്ച ഈ 4 വാക്യത്തിൽ നിന്ന് 4 കാര്യം പറയാനായിട്ട് പോവുകയാണ്. I already mentioned 4 verses. I am about to explain 4 things from these 4 verses. നോക്കൂ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഞാൻ സഹിക്കുകയാണ്. He is actually saying that I am suffering whatever is lacking for the benefit of the church. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാനായിട്ട് കഴിയും, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് ഞാൻ സഹിക്കുന്നു എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ പറയാനായിട്ട് സാധിച്ചിട്ടുള്ള എത്ര പേര് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്? How many of us who are sitting here can very earnestly and boldly say that I filled certain things which is lacking inside the church? Truly. ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ വളരെ ക്ഷീണിച്ച് വളരെ മെലിഞ്ഞിരിക്കുന്നത് കണ്ടപ്പം ഒരു ബിലീവർ അദ്ദേഹത്തോട് ചോദിച്ചു, നടന്ന കാര്യമാണ്. This has happened, an incident which happened. One person was very lean. At that time, a man of God asked that person. ഒരു മനുഷ്യൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തെ കണ്ട് വേറെ ബിലീവർ ചോദിച്ചു, എന്താ പറ്റി മെലിഞ്ഞിരിക്കുന്നേ? He was a very strong person and he became a lean and very thin. At that time, one of the believers asked that pastor, why are you look so thin? അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? ഞാൻ ലോകസഭയ്ക്ക് വേണ്ടി കരയുന്നു, ഞാൻ ലോകസഭയ്ക്ക് വേണ്ടി ആഹാരം കഴിക്കാതിരിക്കുന്നു, ഞാൻ ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ അടയാളമാണ് ഇതെല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. At that time, that minister replied to that one member of the church that I am taking fasting and praying for the local church. That's why I am losing weight. Praise the Lord. ഞാൻ പറഞ്ഞതിൻ്റെ സെൻസ് മനസ്സിലായോ? I believe you got the sense what I 4 കാര്യം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് തന്നെ ഓർത്താണ് ഇപ്പോൾ ഈ സർമ്മ പ്രിപ്പയർ ചെയ്ത് വന്നത്. തൻ്റെ ആദ്യത്തെ താല്പര്യം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ താല്പര്യം ഉണ്ടാകണം. വേഴ്സ് 2, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അതാണ് ഒന്നാമത്തെ താല്പര്യം. First desire of Paul, he is mentioned in chapter 11 verse 2, for I am jealous for you with a godly jealousy. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ദൈവസഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? എരിയുക. ദൈവസഭയ്ക്ക് വേണ്ടി എരിയുക. He is earnestly desiring for the growth of the church. ആ വാക്ക് തന്നെ പറയണം. Jealous for you with a godly jealousy. ആ എരിവാണ്, തീഷ്ണതയാണ്. A zealousness, that is what it is showing as jealous for the church with a godly ഞാൻ ആ jealousy. പോയിന്റ് പറഞ്ഞിട്ട് അല്പം എക്സ്പ്ലെയിൻ ചെയ്യാം. I am going to explain that. ഒന്ന്, എരിയുന്നു. First one is being jealous. രണ്ടാമത്തെ 3-ാം വാക്യത്തിലാണ് ഞാൻ നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. The second one is he is saying that but I am afraid about you. മൂന്നാമത്തെ കാര്യം 7-ാം വാക്യത്തിലാണ് ഞാൻ നിങ്ങളുടെ ഉയർച്ചയ്ക്കായി എന്നെ താഴ്ത്തുന്നു. The third one is he is saying that I am humbling myself so that you might be exalted. Verse number 7 കണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാം അവിടെ ഉണ്ടല്ലോ. തീഷ്ണപ്പെടുന്നു, ഭയപ്പെടുന്നു, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. നാലാമത്തെ കാര്യം വേഴ്സ് 28 ഇങ്ങനെയാണ് വായിക്കുന്നത്, സകല സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്ത ഭാരം, എ ഡെയിലി പ്രഷർ ഓൺ മീ. ഞാൻ പറയാറുണ്ട്, സകല സഭകളെക്കുറിച്ച് ചിന്താഭാരമില്ലെങ്കിലും അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭയെക്കുറിച്ചെങ്കിലും എല്ലാവരും കേട്ടോ. ഇതെന്താ ഒന്നും മനസ്സിലാകാത്ത പോലെ എല്ലാവരും ഇരിക്കുന്നത്? ഇതിക്കുള്ള എങ്ങനെയാ ശാന്തമായിട്ട് പറയുന്നത്? ഒന്ന്, എല്ലാവരും ഹൃദയത്തിൻ്റെ അകത്തോട്ടാവുന്ന എഴുതി വെച്ചേ, ലോകം കണ്ട ഏറ്റവും വലിയ ശുശ്രൂഷകൻ. ഞാൻ പോളെന്ന് പറയുന്നെങ്കിലും ആ പേര് പറയാൻ ഞാൻ യോഗ്യനല്ല, അതെനിക്കറിയാം. അത്ര ശ്രേഷ്ഠനായ യേശു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭയിൽ ഇതുപോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരുവരില്ല, അല്ലേ?
the greatest apostle. അത്ര സൂപ്പർ അപ്പോസ്തലൻ എന്ന് വിളിക്കാവുന്ന അതിശ്രേഷ്ഠ അപ്പോസ്തലൻ ലോക്കൽ സഭകളെ കുറിച്ച് പറയുകയാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ എരിയുന്നു, നിങ്ങളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളെ കുറിച്ച് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, നിങ്ങളെ പറ്റിയുള്ള ഭാരം ദിവസേന ഞാൻ വഹിക്കുന്നു. ഇതാണ് ഒരു ലോക്കൽ സഭയിലെ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത്. These four characteristics which was mentioned, which was experienced by the greatest apostles of the whole world, is these four things. He was mentioning that he was being jealous for the church, and then he was saying that he was afraid that whether their faith will be gone. Then he was saying that he was humbling himself so that the church will be exalted. Then he was mentioning that he was having a daily pressure for all the churches. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. And he was saying that I am saying from ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും, നമ്മുടെ സർമൺ പലയിടത്തും ഇഷ്ടംപോലെ ആളുകൾ കേൾക്കാറാണല്ലോ, അവരെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. from the bottom of my heart, I am saying to everyone, those who are listening, ഓരോരുത്തർ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭകളെ പറ്റി എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും കുറഞ്ഞത് ഈ 4 താല്പര്യം ഉണ്ടായിരിക്കണം. whoever belong to any church, they all need to have at least 4 of these characteristics they need to have for their local churches. Praise the Lord. Hallelujah. ഓരോ 5 minutes വല്ലതും വെച്ച് ഞാൻ അതിൻ്റെ ഓരോ വാക്കിൻ്റെ ഓരോ ഹെഡിങ്ങിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ പറയാം. Just I'm going to explain each points for a few minutes. രണ്ടാം വാക്യത്തിലേക്ക് എല്ലാവരും നോക്കിയേയും. ഞാൻ 2 കൊരിന്ത്യൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ എന്ന ആ വാക്യം വായിച്ചപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ ക്രൈസിസിലൂടെ പോകുന്ന ഒരു ശുശ്രൂഷകൻ്റെ വേദനയാണ് 11-ാം അധ്യായം. A minister who is undergoing severe crisis, his mental pain is explained in chapter 11. ഒരു ശുശ്രൂഷകന്റെ വേദന, ലോക്കൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരുവന്റെ വേദന മനസ്സിലാക്കാൻ ഒരു എപ്പിസോഡും വായിക്കേണ്ട, 2 കൊരിന്ത്യൻസ് മാത്രം വായിച്ചാൽ മതി. If a person's mental pain towards their local church, if you want to truly understand, just read the book of the epistle of 2 Corinthians. Praise the Lord. Hallelujah. ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. First point is, for I am jealous for you with a godly jealousy. എന്ന് പറഞ്ഞാലേ, ദൈവം ഇസ്രായേലിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ തീഷ്ണതയുള്ള ദൈവമാണെന്ന്. God several times warned Israelites that I am a zealous God. അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്, I am a zealous God. എപ്പോഴെല്ലാം അവര് ദൈവം കൊടുത്ത കൽപ്പനകളിൽ നിന്ന് പിന്മാറുന്നോ, അവർ വഴിതെറ്റിപ്പോകുന്നോ, ദൈവത്തിന്റെ അരുളപ്പാടാണ് I am zealous God. Whenever they deviate from the commandment or the law of God, at that time God always reminded them, I am a God of jealousy or a zealous God. ഇവിടെയും അതേ കോണ്ടെക്സ്റ്റിലാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ വഷളായി പോകാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. Apostle is saying that I betroth you to one husband so that to Christ I might present you as a pure virgin, but I am being afraid and I am jealous for you. ജീവൻ കൊടുത്ത കർത്താവ്, ഞാൻ ഈ പറയുന്ന ഓരോ സെന്റൻസും കേട്ടോണം. ജീവൻ കൊടുത്ത കർത്താവ് തൻ്റെ സഭയ്ക്കായി എത്രമാത്രം തീഷ്ണതയുള്ളവനാണോ അത്രയും തീഷ്ണതയുള്ളവരായിരിക്കണം രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും. If each and every person who is truly born again, they need to have a zealous, or they need to have a desire how much our Lord Jesus Christ loved us, because God gave his only begotten son for us. ജലസ് എന്ന വാക്കിന് ദിസ് ഈസ് എ റൈച്ചസ് ഇൻഡിഗ്നേഷൻ, ദിസ് ഈസ് എ റൈച്ചസ് ജലസി. പറയുന്ന കാര്യം മനസ്സിലാകുന്നോ? ദൈവത്തിന് എത്ര ആ വാക്കുണ്ട് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്, ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ലോക്കൽ സഭയുടെ തളർച്ചയിലും വളർച്ചയിലും പ്രതിസന്ധിയിലും നന്മയിലുമെല്ലാം
ഓരോ അംഗങ്ങളും ദൈവത്തിൻ്റെ എരിവോടെ എരിയണമെന്നത് അപ്പോസ്തോലിക് കമാൻഡാണ്. Amen. Apostolic command is whenever a church is growing, at that time we need to pray for the church, and also whenever the church growth is increasing or decreasing, we always need to have a zealousness or a jealousy or a righteous indignation toward the growth of the church. എന്താ ഇത്ര എരിയാൻ കാര്യം? Do you know why they are having such a strong indignation? കാരണം The reason, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സഭയാണ്. because the reason is this church is already had an engagement or a betrothal happened. റെവലേഷൻ 19 സബ് മാരേജ് നടക്കുന്നത്. അതെന്നാ നമുക്കറിയില്ല. അതുവരെ ഓരോ അംഗങ്ങളെയും അവിടെ കൊണ്ടെത്തിക്കുക എന്ന തീക്ഷ്ണമായ ജോലി തൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. The betrothal only is happened in here, but the marriage is happening in the book of Revelation chapter 19. Since the betrothal already happened, that's the reason the apostle is saying that I am being zealous for the church. മറ്റു നിലയിൽ പറഞ്ഞാൽ ദൈവഹൃദയത്തിൻ്റെ വേദന എൻ്റെ വേദന, അതാണ് ആ എരിവിൻ്റെ അർത്ഥം. എല്ലാവരും കേൾക്കണേ. Amen. ദൈവഹൃദയത്തിൻ്റെ വേദന, ദൈവഹൃദയത്തിൻ്റെ വേദന, when you feel the pain of God's dishonor, ദൈവനാമം ഡിസോണർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ദൈവത്തിൻ്റെ വേദനയാണ്. അതുകൊണ്ട് ലോക്കൽ സഭയിലെ ഓരോ അംഗങ്ങളും ആ കാര്യത്തിൽ തീഷ്ണത ഉള്ളവരായിരിക്കണം. Whenever there is a pain, when God's name is dishonored, we all need to have a personal pain. ഒരു വാക്യം വായിക്കുന്നില്ലേ, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. എന്താ വാക്യത്തിൻ്റെ അർത്ഥം? The reproaches that fall on you are fallen on me. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന, അതാണ് പോൾ പറഞ്ഞത്, ദൈവത്തിൻ്റെ എരിവോടെ എരിയുക. ദൈവത്തിൻ്റെ വേദന എൻ്റെ വേദന ആക്കുക. ലോക്കൽ സഭയെപ്പറ്റി ഓരോ അംഗങ്ങൾക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. Each and every member of a local church always should have a personal pain whenever there is a name of God is being dishonored. എളുപ്പത്തിൽ പറഞ്ഞു വിടണമല്ലോ. ദൈവസഭ വിശുദ്ധിയിൽ പോകേണ്ടതിനെരിയണം, വേർപാടിൽ ജീവിക്കേണ്ടതിനെരിയണം. കാര്യം എന്നാണെന്നറിയാമോ? നമ്മളായേക്കുന്നത് ദുഷ്ടൻ്റെ അല്ലെങ്കിൽ ഈ ഈവിൾ വേൾഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുകയാണ്. Amen. We all need to give more importance for holiness, and also we need to have a separation. That is the reason Apostle is saying that I am being jealous for the church with a godly jealousy. കൈയൊന്നും ഉയർത്തണ്ട. ദൈവസഭയ്ക്ക് വേണ്ടി എരിയുന്ന എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? I'm not asking you to lift up your hands or anything, but how many of you, just examine, we are being jealous towards the church. ഈ എരിവെന്ന് കേൾക്കുമ്പോണ്ടല്ലോ, വേറെ കാര്യത്തിന് വേണ്ടിയൊക്കെ എരിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അതെനിക്കറിയാം. Whenever I mention this phrase jealous, we are being jealousy in many other ways. അത് വേദപുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, ഒന്ന് നോക്കാമോ? Galatians 4:17 എന്നെടുത്തേ. Galatians 4:17. There is a verse, Galatians 4:17. രണ്ട് തരം എരിവുകാരുണ്ടെന്നാണ് വായിക്കുന്നത്. Two types of jealousy are existing. 4:17 ഞാൻ തന്നെ വായിക്കാം. Galatians 4:17. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ട് അല്ല. വാക്യം കണ്ടോ? ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുന്നു ചിലരൊക്കെ ആ വാക്യം. ആണോ? അല്ലല്ലോ. Galatians 4:17. They eagerly seek you, not commendably. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുക അത്രേ. അതായത് തെറ്റായ ലക്ഷ്യത്തോടെ എരിവ് കാണിക്കുന്നവരുണ്ട്. അതല്ല, ആ എരിവിൻ്റെ കാര്യമല്ല. വേഴ്സ് 18 നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നല്ലത്. രണ്ട് എരിവ് കിട്ടിയോ? We can see here, they eagerly seek you not commendably, but they wish to shut you out so that you will seek them. This next verse is saying that, but it is good always to be eagerly sought in a commendable manner, and not only when I am present with you. ഇത്രയും പറഞ്ഞ ആ വാക്ക് വിടുക. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി,
ദൈവസഭയുടെ വളർച്ചയ്ക്കായി എരിവ് കാണിക്കണം. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു. Amen. We always need to be zealous for the growth of church. Praise the Lord. Amen. Hallelujah. ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ഞാൻ വീണ്ടും വെക്കുകയാണ്. ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഞാൻ വീണ്ടും അവിടെ വെക്കുകയാണ്. I am putting a question before you all. Just examine yourselves and ask yourselves, what did I do for the growth of the local church? ആലയത്തിൽ നടക്കാൻ പാടില്ലാത്തത് കണ്ടപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. When he saw indignation inside the temple, he said that the love or the desire for the church is actually consuming me. ഒന്നാമത്തെ വാക്ക് അവിടെ വിടുകയാണ്. മറക്കല്ലേ ഈ സർമൺ, എല്ലാവർക്കും എന്നും ഇത് ഹൃദയത്തിലുണ്ടാവണം. 2, ഞാൻ ഭയപ്പെടുന്നു. 1, എരിയുന്നു. 2, ഞാൻ ഭയപ്പെടുന്നു. The first one is you should never ever forget this message. First point is you should always be jealous for the growth of church or for the honor of God and Lord's church. The second one is being afraid. എന്തിനാ താൻ അഫ്രൈഡ് ആവുന്നേ? Why is he becoming afraid? സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ചതിക്കപ്പെടുവോ എന്ന ഭയം. The fear here is serpent deceived Eve by his serpent's craftiness. Similarly, your minds will it be led astray from the simplicity and purity of devotion to Christ. അതിന്റെ 4-ാം വാക്യം അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്. The fourth verse is also വേറൊരു an ഗോസ്പൽ, explanation. വേറൊരു ആത്മാവ്, വേറൊരു യേശു. We can see here another preaching, another Jesus and another gospel. എപ്പോഴും ഓർത്തോണം, ഇത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ലോക്കൽ സഭയിൽ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ഈദർ ഡിസീവ്ഡ് ഓർ ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. In a local church, always there are 2 groups. One group is deceived group or the other group is devoted group. കർത്താവിനോടുള്ള നിർമ്മലതയും ഭയവും. ഇതെല്ലാം ശാന്തമായിട്ട് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഇടയിൽ ഈ കാരണങ്ങളാലായിരിക്കണം നമുക്കൊരു വേദനയും ഭയം ഉണ്ടാകേണ്ടത്. മനസ്സിലാവുന്നോ? ദൈവമേ, ഒരാളെ വഞ്ചിക്കപ്പെട്ട് പോകരുതേ, ദൈവസഭ വിട്ട് പോകരുതേ, കർത്താവിനെ വിട്ട് പോകരുതേ, അപ്പോസ്റ്റസിയിലേക്ക് പോകരുതേ. പോൾ പറയുക, എൻ്റെ ഹൃദയം ഭയപ്പെടുക. Paul is here mentioning that no one should deviate from the purity or the holiness towards Christ. And we all need to have that concern towards the local church and for each members of the church. Judas, he did not finish well. Amen. Demas, they both didn't finish well. എത്ര വാക്യമാണ് ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുള്ളത്. അവരാരും വെല്ലായിട്ട് ഫിനിഷ് ചെയ്തില്ല. ഒടുവിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ യേശു പറയുന്ന ഉത്തരം എന്നാണെന്നറിയാമോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവർ വിശ്വാസ കപ്പൽ തകർന്നു പോയി, അവർ വിശ്വാസം ത്യജിച്ചു. നിങ്ങളുടെ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. അതോർത്ത് പോൾ ഭയപ്പെടുകയാണ്. And he is actually mentioning that many people entered their life with the biggest failure. The examples we can see from the book of Bible, Judas and Demas, they all departed from the pure love of God. And so Paul is afraid that whether the ship of faith will be wrecked. നമുക്കും ആ ഭയം എല്ലാവർക്കും ഉണ്ടാവണം. എങ്ങനെ ഭയം എന്നറിയാമോ? ഞാൻ തെറ്റിപ്പോകുന്നല്ല. ദൈവമേ, എൻ്റെ കൂട്ടു സഹോദരൻ തെറ്റിപ്പോകാൻ അദ്ദേഹം വേദപുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. അദ്ദേഹം ചെറിയ ക്രൈസിസ് വരുമ്പോഴേ യോഗത്തിന് വരികയില്ല. ദൈവമേ, ആ വ്യക്തി തെറ്റിപ്പോകരുതേ എന്നൊരു ഭയവും എന്നൊരു പ്രാർത്ഥനയും ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകണം. Each and every member should have a desire or an earnest desire for their co-believers or the church members, whether they will end up finish their race strongly or whether they will be defeated. At that time, we need to earnestly uphold them in our prayers to finish well. കാരണം എന്നാണെന്നറിയാമോ? പിശാച് ചതിക്കും. Because craftiness, Satan has craftiness, and with that craftiness he will deceive us. 3 നിലയിൽ ചതിക്കും. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 3 നിലയിൽ ചതിക്കും. He will deceive or he will cheat us in 3 levels, 3 ways. 3 ways. ഒന്ന്, പിശാച് നേരിട്ട് വഞ്ചിക്കും. Usually 3 ways Satan can defeat or deceive us. One thing is from straight to straight he'll attack us.
Many evidence in scripture ഇല്ലേ? ഏദൻ തോട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു, നേരിട്ടായിരുന്നു. We can see several evidences throughout the Bible. In the Garden of Eden, we can see Satan as a serpent approached directly Eve. 1 Peter 5:8 പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് കാത്ത് നേരിട്ട് വഞ്ചിക്കുകയാണ്. And 1 Peter chapter 5 verse 8 also we can see as a roaring lion. He is roaring around and how to devour each and every person. രണ്ട്, മറ്റുള്ളവരിലൂടെ നമ്മളെ വഞ്ചിക്കും. And the second way of attack is through other people. The Satan will attack us. നിങ്ങൾ ബുക്ക് ഓഫ് ജെറമയ വായിച്ചാൽ മതി. മറ്റുള്ളവരിൽ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ, വ്യാജ പ്രവാചകന്മാർ ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചതിൻ്റെ ചരിത്രമാണ് ജെറമയ. The book of Jeremiah clearly explains through some prophets, through some teachers, the false prophets came and deceiving or redirecting, misleading a whole nation to failure. ഈ വ്യാജപ്രവാചകന്മാർ എത്ര കൃത്യമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിച്ചതെന്നറിയാം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു വേദഭാഗമാണ് ജെറമയ 28 എന്ന് എടുത്ത്. ജെറമയ 28. How did they mislead so cleverly to destruction each nation? Let us see that in the book of Jeremiah chapter 28. അവിടെ ഒരു false prophetനെ പറ്റിയാണ് പറയുന്നത്. There we can see a false prophet. 28:3 എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ. 28:3 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്നെടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഒരുത്തൻ ദൂത് പറഞ്ഞ One person has a false prophecy. It is clearly mentioned. His prophecy was like this. Jeremiah chapter 28 verse 3. Within 2 years I am going to bring back to this place all the vessels of the Lord's house which Nebuchadnezzar, king of Babylon, took away from this place and carried to Babylon. അവിടുത്തെ ഒരു ഇയർ കണ്ടോ? 2 years. എല്ലാവരും ശ്രദ്ധിച്ചോ? And he was mentioning 2 years. The time period very specifically is saying within 2 years. എന്നാൽ ജെറമ്യാവിനോട് യഹോവ പറഞ്ഞു എന്നാന്ന് വായിച്ചു നോക്കിയേ. 29 verse 10 എന്ന് നോക്കിയേ. 29 തൊട്ടപ്പുറത്തെ ചാപ്റ്റർ. Chapter 29 verse 10, what Jeremiah received from God, that is what mentioned in 29:10. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി. രണ്ട് ദൂത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? Another true prophecy from the God, and Jeremiah is saying, from thus says the Lord, when 70 years have been completed for Babylon, I will visit you and fulfill my good word to you to bring you back to this place. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഇനി നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ഉത്തരം പറയും. ഇതിനകത്ത് ഏത് പ്രവചനമാണ് കേൾക്കാൻ നല്ലത്? Let me ask you, which is soothing or pleasing to hear as a prophecy? 2 വർഷം കഴിയുമ്പോൾ പ്രശ്നമില്ല. തീരും. അദ്ദേഹത്തിന് ഭയങ്കര വെൽക്കം അവിടെ കിട്ടുന്നത്. ഹനന്യ എന്ന പ്രവാചകന്റെ പേര്. പക്ഷേ ജെറമ്യാ പറഞ്ഞു നോ 70 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോയതൊന്നും തിരികെ എന്ത് ചെയ്യല. അത് കേട്ടപ്പോൾ അവനെ ജയിലിലിടുകയായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകുന്നോ? മറ്റുള്ളവരിലൂടെ നമ്മളെ വഞ്ചിക്കും. മൂന്നാമത്തേത്, we can deceive ourselves. Amen. We will be deceived by others. Here the true prophecy was not being attended, but the false prophet was honored. But that was a false prophecy. Similarly, we will be attacked by Satan through others. 2 കാര്യം കിട്ടിയോ ഡിസീവ് ചെയ്യുന്നത്? മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മെ തന്നെ എന്ത് ചെയ്യാം? And the third point is we can deceive ourselves. വചനം കേട്ടിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് ജെയിംസിൽ വായിക്കുന്നത്. In the book of James we are reading that if we listen to the word and if we not keep his commandments, we are deceiving ourselves. പോളിന്റെ ഭയം എന്നാണെന്നറിയാമോ? ഈ സഭ വേർപാട് വിട്ടു പോകുവോ, ഈ സഭ ഉപദേശം വിട്ടു പോകുവോ എന്നതായിരുന്നു തൻ്റെ ഭയം. He was being afraid. Paul was being afraid whether this local church, he was being deceived by Satan. Similarly, the craftiness of Satan will attack this church and deviate them from the purity and the devotion of this church. എല്ലാവരും 2 കൊരിന്ത്യസിലേക്ക് ഒന്നുകൂടെ വന്നേ. 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യം തൻ്റെ മറ്റൊരു ഭയമുണ്ട്. 12-ന്റെ അവസാന വാക്യം. Another true fear of Paul, we can see the last verse of chapter 12 of 2 Corinthians. ഞാൻ ഭയപ്പെടുന്നു. I am afraid എന്നൊരു വാക്കവിടെ വായിക്കുന്നുണ്ടോ? ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്.
We can see that verse is beginning by stating, I am afraid എന്ന് that പറഞ്ഞാൽ അവിടെ പാപം ചെയ്യുന്ന കുറച്ച് വിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നേ. a group of people inside the church was sinners, sinning. They keep They are on committing sinning. sin. They are doing പോൾ committing sin. 11:3 പറഞ്ഞേക്കുന്നത് ഉപദേശം വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 12:28 വായിക്കുന്നത് ജീവിതം തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. In verse 11:3, he was saying that whether they will move away from their faith. But in chapter 12, the last verse, he is afraid whether they will commit sins and move away from this faith. കേട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞ് രണ്ടാം ഭാഗം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ പോൾ പറഞ്ഞ രണ്ട് കാര്യം എന്നാ, ജീവിതത്തിലും തെറ്റുമോയെന്ന് എനിക്ക് ഭയമാണ്, ഉപദേശത്തിലും തെറ്റുമോയെന്ന് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ലോക്കൽ സഭ രണ്ട് കാര്യവും സൂക്ഷിക്കണം. So, ജീവിതവും സൂക്ഷിക്കണം, amen. ഉപദേശവും സൂക്ഷിക്കണം. We need to keep very serious our life as well as our teachings. ചിലപ്പോൾ പറയാറുണ്ട് ഉപദേശം മാത്രം മതി. നോ 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 നോ, ജീവിതം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഉപദേശം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? Many people mention that teachings are sufficient, true teachings are sufficient, but that is not at all correct. If there is teaching and if we are not true to our life, what is the benefit of true teaching? No benefit. There is no benefit. ജീവിതം സൂക്ഷിക്കണം, ഉപദേശം സൂക്ഷിക്കണം, ഉപദേശവും സൂക്ഷിക്കണം, ജീവിതം എന്ത് ചെയ്യണം? Amen. രണ്ട് കാര്യത്തെ ഓർത്ത് അപ്പോസ്തലൻ ഭയപ്പെടുകയാണ്. Amen. We always need to take care of our life and also we need to take care of the teaching. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പറയാറുണ്ട്, ബ്രദറെ ഉപദേശമൊക്കെ ഇതൊക്കെ പഠിക്കാവുന്ന കുഴപ്പമില്ല, ജീവിതം മതി എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്. Another group, they mentioned that whether the teachings are wrong, it doesn't matter. My life is more important to be kept pure. ഞാനിവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് മാത്രം ഒരു ചോദ്യം. Let me ask you, the elderly, one question. നിങ്ങൾ നോമിനൽ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വേർപെട്ട കൂട്ടായ്മയിലേക്കോ പെന്തക്കോസ്റ്റ് കൂട്ടായ്മയിലേക്കോ വന്നത് ജീവിതം കൊള്ളത്തില്ലാഞ്ഞുകൊണ്ടായിരുന്നോ ഉപദേശം കൊള്ളത്തില്ലാഞ്ഞുകൊണ്ടായിരുന്നോ? പറഞ്ഞോ ഉത്തരം. Why did you come out from certain denominational church and separated from that old congregation? Is that the teachings, because of the teachings were wrong or because your life were wrong? ടീച്ചിങ് റോങ് ആയിരുന്നോണ്ടല്ലേ. കാര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. Because നമ്മളിടയ്ക്ക് പറയത്തില്ല നമ്മളെക്കാട്ടും നല്ല ആൾക്കാരവിടെ പറയാറില്ലേ? ഉണ്ട്. ആള് നല്ലതോ അഴുക്കോ എന്നുള്ളത് അത് നല്ലതാകണം, പക്ഷെ അവിടുത്തെ ഉപദേശം തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ. many people left their old church or old beliefs because we came to realize that the teachings were wrong. That is the reason we left certain denominational churches. ഭയപ്പെടണം, മനസ്സിലാവുന്നോ? We need to be afraid. ജലസ്, Need to be jealous. ഭയപ്പെടുന്നവരായിരിക്കണം. Need to be afraid. രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 7-ാം വാക്യം. Verse 7. ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ ഞാൻ പാപം ചെയ്യുന്നു. വാക്യം കണ്ടോ? The verse is saying that did I commit a sin in humbling myself so that you might be exalted because I preach the gospel of God to you without charge? എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഞാൻ എന്നെ താഴ്ത്തുക. Amen. He is submitting, humbling himself in order to have a growth for the church. സിമ്പിളാക്കി പറയാം, സഭയുടെ വളർച്ചയ്ക്കായി വിശ്വാസികളുടെ നിലനിൽപ്പിനായി ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. He is saying that he is himself humbling in order to have a growth for the church or for growth for a believer. ഈ ചില ആൾക്കാരൊക്കെ വലിയ ഗമ പറയാറുണ്ടോ, ഞാൻ ആരോടും ക്ഷമയൊന്നും പറയുകയില്ലെന്ന് പറയാറുണ്ട്. Certain people usually say like this, I am not going to say forgiveness or ask sorry from anyone or will share sorry to anyone. എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം, ഒരു സഹോദരൻ്റെ നിലനിൽപ്പിന് ഒരു സോറി പറയേണ്ടി വന്നാൽ പറയുന്നതാണ് ദൈവത്തിന് മഹത്വം. എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം? Please listen carefully. If a person need to be stable and for a person's growth, if we need to say a sorry, introduce that sorry from yourself. എൻ്റെ ജീവിതമോ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ നിമിത്തം ദൈവസഭയിലെ ഒരുവന്റെ ആത്മീയതയ്ക്ക് ദോഷം വരുത്താൻ ഞാൻ ഇടവരരുത്. എത്ര സൂക്ഷ്മമായി ഞാൻ ജീവിക്കണം. Amen. Any of your talks or walks or any kind of your dealings should
not be a stumbling block for your co-believers inside the church. If that happen, you need to initiate sorry from your side. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മെറ്റീരിയൽ പൊസഷൻ നമ്മളെ അഹങ്കാരികളാക്കരുത്. Do not make prideful or being proud due to the material blessings God provided to each one of us. നിങ്ങൾക്കറിയാമോ, ദൈവം വെറുക്കുന്ന ഒറ്റ പാവമുള്ളൂ, അഹങ്കാരമാണ്. പ്രൈഡ്. God resists the proud. നിഗളം, ഒറ്റ പാവമുള്ളൂ. He hates. വേറെ ഒരു പാപത്തെയും ദൈവത്തിന്റെ ശിക്ഷയുണ്ടെങ്കിലും ദൈവം എതിർത്ത് നിൽക്കുന്ന ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് താഴ്മയില്ലാത്തവരാണ്. God actually opposes the proud. That is the only one thing specifically mentioned. I hate pride. ചില ആളുകൾ വളരെ താഴ്മയോടെ വർത്താനം പറയുന്നുള്ളൂ, പക്ഷേ ആ താഴ്മയ്ക്കകത്ത് അഹങ്കാരമാണ്. ശ്രദ്ധിച്ചാൽ മതി. Certain people talk in a humbling tone, but in that humbling tone also there is pride. ഒരു പാസ്റ്റർ പറഞ്ഞൊരു വാചകമാണ്, പ്രൈഡ് ക്യാൻ ടേക്ക് ടു മെനി ഫോംസ്, ഇറ്റ് ക്യാൻ ഈവൻ അസ്യൂം ദ അപ്പിയറൻസ് ഓഫ് ഹ്യൂമിലിറ്റി. Amen. ഹലോ, Hallelujah. ഞാൻ അങ്ങനാണോന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നോട് ആ പുള്ളി അങ്ങനെ ഇടപെട്ടെന്ന് ഇവിടെ എന്നോട് മാത്രം പേഴ്സണൽ എല്ലാ ആലോചനയും കേട്ടോ. സാജിമാ സാർ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ളത് അബ്രഹാമിനെ പറ്റി പറയുമ്പോഴത്തെ ദൂതല്ല എന്നോട്, ലോത്തിനെ പറ്റി പറയുന്ന ദൂതല്ല എൻ്റെ അയൽവക്കംകാരനോട്. അങ്ങനെ പരിപാടി ഇവിടെ ഇല്ല, ഐപിക്കോസിലില്ല. Amen. Each message is think that it is speaking to each one of us and accept it as a personal message. It is speaking to each one of us. സഭയുടെ വളർച്ചയ്ക്കായി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരോടും ഓർത്തോണം. ഒരുവനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, സോറി ബ്രദറെ, പോട്ടെ, വിട്ടേക്ക്, കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നേച്ചർ നമുക്കുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. പോൾ പറയുക, ഞാൻ ഗോസ്പൽ പറയുമ്പം സഭ ഉയരേണ്ടതിന് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. He is saying that whenever I preach gospel, I am humbling myself in order to lift others up. So always try to lift others and to be peacemakers. നാലാമത്തെ, എല്ലാവരുടെ ഹൃദയത്തെ കുറിച്ചാണ് 4 കാര്യം. Please make your mention and write it down in the tablet of your heart. നിർത്തുക. 4ാമത്തെ കാര്യം, സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. Verse 27, last one, the burden of every churches. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ സർവ്വസഭകളെ കുറിച്ചുള്ളതൊക്കെ രണ്ടാമതാകാം. അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം. The pressure, daily pressure on for the local church. സഭയിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ നമ്മളെ ഭാരപ്പെടുത്തണം. If there is any issue inside a local church, it should create a burden or it should be a concern for us. യഹൂദന്മാർ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ യെരൂശലേമിനെ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കൈ, അങ്ങനെയെങ്കിൽ ലോക്കൽ സഭയെ മറക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. Usually Jews mentions that if I forget Jerusalem, let me forget my right hand. Similarly, we can say in this way, if I keep forgetting the growth of my local church, then let us say that let me forget my right hand. Local church is the part of my life. Amen. We need to think local church as a part of our life. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. 4 കാര്യം ഒന്നുകൂടെ പറഞ്ഞു നിർത്തുക. ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. 2, ഞാൻ ഭയപ്പെടുന്നു 2 കാര്യത്തിനായിട്ട്, ജീവിതത്തിനായിട്ടും ഉപദേശത്തിനായിട്ടും. 3ാമത്തെ കാര്യം, സഭയുടെ ഉയർച്ചയ്ക്കായി ഞാൻ എന്നെ താഴ്ത്തുന്നു. 4ാമത്തെ കാര്യം, സഭയുടെ വളർച്ചയ്ക്കായി ഞാൻ ദിവസേന, ഡെയിലി എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, ഞാൻ ദിവസേന ഭാരം അനുഭവിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. And we already mentioned 4 things. First thing is being jealous or being devoted so that the church can keep the holiness and separation. The second one is he is being afraid whether the local church being deceived by the craftiness, and he is praying for a pure devotion for the church. And the third thing is verse 7. He is making himself as a humbled person in order to lift up others. And the fourth point is verse 28. We should all carry a daily burden or a daily pressure for the concern for our local church. ഈ ലോക്കൽ സഭകളെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്, അല്ലേ? Such type of local churches, in order to take that church, our Lord is going to come back again in a second time. ബാക്കി എല്ലാ കാര്യവും ഇവിടെ ഇട്ടേച്ച് പോകണം. ഒന്നുകൂടെ പറയാം, ഈ ലോക്കൽ സഭയെ കൊണ്ടുപോകാനാണ്, ഈ സർവ്വസഭകളെ കൊണ്ടുപോകാനാണ് നാദം വരുന്നത്. ബാക്കി എല്ലാ കാര്യവും ഇവിടെ ഇട്ടേച്ച് പോകണം. അതാണ് സത്യം.
The truth is, all the material positions and possessions we need to leave over this earth, but we can only believe and trust in this, and our Lord is going to appear on a second time to receive and to take such type of church. ആമേൻ ആമേൻ ആമേൻ. എഴുന്നേറ്റ് നിന്ന് ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം എന്ന പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മെഡിറ്റേറ്റ് ചെയ്യണം. ഈ ലോക്കൽ സഭ എല്ലാ സഭകളും